ഹലോ, വെൽക്കം ബാക്ക് ടു ബാലവീർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലവീറിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിച്ചെടുത്ത് തന്നെയാണ് തുടങ്ങുന്നത്. ജ്വാലാമുഖി എന്ന ഒരു പർവ്വതത്തിൽ പോയിട്ട് നമ്മുടെ അഗ്നിമനുഷ്യനാണെങ്കിൽ തൻ്റെ കൈവെക്കുകയാണ്. ഉടനെ തന്നെ ജ്വാലാമുഖി എന്ന് പറയുന്ന സാധാരണ ഒരു പർവ്വതം വളരെയധികം വലിയ ലാവയെല്ലാം തിളച്ചൊഴുകുന്ന വലിയൊരു പർവ്വതമായി മാറുകയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ദേവതാലോകത്തിന് വളരെ വലിയൊരു ഭീഷണിയായിരുന്നു. ദേവതാലോകത്തിൻ്റെ 4 ഭാഗത്തുമായിരുന്നു ജ്വാലാമുഖി എന്നുള്ള ആ ഒരു പർവ്വതമുണ്ടായിരുന്നത്. ബാക്കിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ദേവതമാരെല്ലാവരും തന്നെ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി അവിടെ ദേവതാ മൈതാനത്ത് ഒത്തുകൂടുകയാണ്. അപ്പോഴാണ് അവർ ആ കാര്യം മനസ്സിലാക്കുന്നത്. ജ്വാലാമുഖി എന്ന ആ ഒരു പർവ്വതം വീണ്ടും ലാവയുള്ള പർവ്വതമായി മാറിയിരിക്കുകയാണ്. ആ ലാവയെല്ലാം തന്നെ നമ്മുടെ ദേവതാലോകത്തേക്കാണെങ്കിൽ ഒലിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണയെങ്കിലും ലാവയെല്ലാം തന്നെ ദേവതാലോകത്തേക്ക് ആവുകയാണെങ്കിൽ ദേവതാലോകത്തിൻ്റെ സർവനാശമായിരിക്കും. ആർക്കും അതിനെ തടുക്കാൻ കഴിയില്ല എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. എന്നാലും ദേവതമാരും ബാലവീർ എല്ലാവരും തന്നെ റാണി ദേവതയോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റാണി ദേവതയെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുക? നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. റാണി ദേവതക്കാണെങ്കിൽ ഇതിന് യാതൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. റാണി ദേവതക്കും അറിയാമായിരുന്നു ജ്വാലാമുഖി എന്നൊരു പർവ്വതത്തിലെ ഈ ലാവയെ തടയാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്നുള്ള കാര്യം. ഇതെല്ലാം തന്നെ ദേവതമാരെല്ലാം തന്നെ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യം ആ ഒരു ദുഷ്ടലോകത്തിരുന്ന് മഹാവിനാശിനിയും അതുപോലെ തന്നെ ശാത്യർപരിയും ആ ഒരു അഗ്നിമനുഷ്യനും കാണുകയാണ്. അവരെല്ലാം തന്നെ ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുകയാണ്. ദേവതാലോകത്താണെങ്കിൽ ദേവതമാർക്കെല്ലാം തന്നെ ആ ഒരു ലാവയുടെ ചൂട് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. അവർക്കെല്ലാം തന്നെ വളരെയധികം പൊള്ളുകയാണ് ശരീരമെല്ലാം. ഇതേ സമയത്ത് തന്നെ ഡുണ്ടുമാൻ സഹോദരങ്ങൾ ബാലവീറിൻ്റെ അടുത്ത് വന്ന് ബാലവീറിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. ബാലവീർ, നിന്നെ മാത്രമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്. നീ ഞങ്ങളെ രക്ഷിക്കില്ല, ഞങ്ങളെ രക്ഷിക്കൂ എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ ബാലവീർ, ഞാൻ എങ്ങനെ നിങ്ങളെ രക്ഷിക്കുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് റാണിദേവതയ്ക്ക് അത് ഓർമ്മ വരുന്നത്. അങ്ങനെ റാണിദേവത ആ ഒരു കാര്യം പറയുകയാണ്. അതെ, ഈ ഒരു ലാവയെ തിളച്ചു പോകുന്ന ലാവയെ ശമിപ്പിക്കാൻ കഴിയുന്ന ആകെ ഒരു കാര്യമേ നമ്മുടെ ഈ ദേവതാലോകത്തുള്ളൂ. അത് മാന്ത്രിക നദിയിലെ പവിത്ര വെള്ളമാണ് എന്ന് പറയുകയാണ്. ഇനി അവർക്ക് ചെയ്യാനുള്ളത് ദേവതാലോകത്തിൻ്റെ 4 ദിക്കിലും ആ ഒരു പവിത്ര വെള്ളം തെളിക്കുക എന്നുള്ള കാര്യമാണ്. അതിനുവേണ്ടി പവിത്ര വെള്ളം വേണം. അങ്ങനെ മാന്ത്രിക നദിയിലേക്ക് പവിത്ര വെള്ളം എടുക്കുവാൻ വേണ്ടി ബാലവീർ പോകാമെന്നും പറയുകയാണ്. ബാലവീർ ആണെങ്കിൽ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക നദിയെ ലക്ഷ്യമാക്കി പോവുകയാണ്. അങ്ങനെ മാന്ത്രിക വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ മാന്ത്രിക നദിയുടെ അടുത്തെത്താനാവുമ്പോൾ ബാലവീറിന് ആ ഒരു കാര്യം മനസ്സിലാവുകയാണ്. തനിക്ക് അപ്പുറത്തേക്ക് പോകുവാൻ വേണ്ടി കഴിയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ഏതൊരു വലിയ കവചം ഉണ്ടായി വന്നിരിക്കുകയാണ്. ഇത്രയും കാലമില്ലാത്ത ഒരു കവചമാണ് അവിടെ വന്നിരിക്കുന്നത്. അവർക്കൊന്നും തന്നെ യാതൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഇതേ സമയത്ത് തന്നെ റാണി ദേവത പറയുകയാണ്, ഇത് തീർച്ചയായും മഹാവിനാശിനിയുടെ പണിയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് റാണി ദേവതയും മറ്റു ദേവതമാരെല്ലാവരും തന്നെ തങ്ങളുടെ ശക്തികൾ മുഴുവനും ആ ഒരു കവചത്തിൻ്റെ മേൽ പ്രയോഗിക്കുകയാണ് അതില്ലാതാക്കുവാൻ വേണ്ടിയിട്ട്. പക്ഷേ അതില്ലാതാക്കുവാൻ വേണ്ടി കഴിയുന്നില്ല. അത് ഏറ്റവും ശക്തിശാലിയായ ഒരു വലിയ കവചമായിരുന്നു. അതുപോലെ തന്നെ റാണി ദേവത പറയുകയാണ്, മഹാവിനാശിനി ഇപ്രാവശ്യം ഒരു പടി മുമ്പിൽ ചിന്തിച്ചു. ബാലവീർ, നമുക്ക് ഈ ഒരു കവചത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി കഴിയില്ല, അത് അസംഭവ്യമാണ്. ബാലവീർ പറയുകയാണ്, അതെങ്ങനെ റാണിദേവതയെ ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ, അതിന് വല്ല വഴിയൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റാണിദേവത പറയുകയാണ്, ഇല്ല ബാലവീർ, ഇനി ദേവതാലോകത്തെ രക്ഷിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ ദുഷ്ടലോകത്ത് കാണിക്കുകയാണ്. അവിടെ മഹാവിനാശിനിയും ശാത്രുപരിയും അതുപോലെ തന്നെ ആ ഒരു അഗ്നിമനുഷ്യനും കുട്ടുമാനുമുണ്ട്. അവരെല്ലാം തന്നെ ഇതെല്ലാം ആ ഒരു മാന്ത്രിക ജലത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം തന്നെ വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. മാത്രമല്ല മഹാവിനാശിനി ഇങ്ങനെ പറയുകയാണ്, ബാലവീറും അതുപോലെ തന്നെ റാണി ദേവതയും ദേവതാലോകവും എല്ലാം ഇല്ലാതാകുവാൻ വേണ്ടി പോവുകയാണ്. നന്മയെ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാവുകയാണ്. ഇനി തിന്മയായിരിക്കും ഈ ലോകം ഭരിക്കുക. നമ്മളെ തടയാൻ ഇവിടെ ആർക്കും കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം തന്നെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ റാണി ദേവതയും ബാലവീറും ഒക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുമോ അതോ ദേവതാലോകം മുഴുവനായും ഇല്ലാതാകുവാൻ വേണ്ടി പോവുകയാണോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് ഇറ്റ്സ് മീ ബാലവീർ മലയാളം സൈനിങ് ഓഫ്.